നമസ്കാരം. AC ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. നാം മനുഷ്യർക്ക് സാഹസികത ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അവിടെയാണ് വീരാരാധനയുടെ തുടക്കം. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നിരവധി ഇനങ്ങളിലൂടെ സാഹസിക പ്രകടനം കാഴ്ചവെച്ച ശ്രീ രഞ്ജിത്ത് SP കാരക്കോണം. സ്വാഗതം. നമസ്കാരം. ഈ സാഹസികത എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ശരിക്കും ഇപ്പോൾ അറിയപ്പെടുന്നത് സാഹസിക ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അഭ്യാസി അല്ലേ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിനിപ്പോൾ ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും മികച്ച സാഹസിക പ്രവർത്തനമുള്ള എക്സലൻസി അവാർഡും കരസ്ഥമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കരാട്ടെ അഭ്യാസം പഠിച്ചത് എൻ്റെ ഒരു മാസ്റ്റർ, ഭുവനേന്ദ്ര മാസ്റ്റർ, കേരള പോലീസിലെ SP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ ഈ കരാട്ടെ ക്ലാസ്സൊക്കെ പഠിച്ചത്. ആദ്യം കരാട്ടെ ക്ലാസ്സിൻ്റെ ചെറിയ ചെറിയ ബാലപാഠങ്ങൾ, അതായത് പഞ്ച്, കിക്സ്, അങ്ങനെയുള്ള രീതികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ഒരു സാഹസികക്കാരനായിരുന്നു. അതൊക്കെ വെച്ചാൽ 20 ഓടൊക്കെ അടുക്കി വെച്ചിട്ട് പഞ്ച് ചെയ്ത് പൊട്ടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലൊരു പ്രത്യേക ഒരു രീതിയിൽ എനിക്കും അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ IT പഠിച്ച സമയത്ത് ഗവൺമെൻറ് IT ധനുശ്വരത്താണ് പഠിച്ചത്. ആ സമയത്ത് ആദ്യമായി ഒരു മാരുതി കാറ് കയ്യിൽ കൂടി ഒന്ന് ട്രെയിലർ ഓടിച്ചു നോക്കി. എത്ര വർഷം മുമ്പ്? ഏകദേശം ഒരു 20-22 വർഷങ്ങൾക്ക് മുമ്പേ ഓടിച്ചു നോക്കിയപ്പോൾ കൈക്കൊരു ചെറിയ തൊലിയൊക്കെ പോയി, എങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വയറിൽ കൂടി അംബാസഡർ കാർ കയറ്റി. ആ പ്രായത്തിൽ അന്ന് ഞാൻ IT വെച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു സാഹസികങ്ങളിൽ എനിക്കൊരു ചെറിയൊരു പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ബോഡി അതിന് വേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കുന്ന ഞാൻ ഈ കരാട്ടയിൽ വയറിലേക്ക് വേണ്ടിയുള്ള എക്സർസൈസ് ഉണ്ട്. ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഓരോ രീതിയിലുള്ള എക്സർസൈസ് ഉണ്ട്. കൈക്ക് ചെയ്യുന്നിടത്ത് പുഷപ്സ്, വയറിനെ സമയത്ത് വയറിനടിക്കുന്ന പുഷപ്സ് ഉണ്ട്. അത് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ജിമ്മിൽ അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെയിറ്റ് എടുക്കുന്നതും അതെല്ലാം ആ ഒരു രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലെഗിനുള്ളതും അങ്ങനെയൊക്കെ മസിൽ ബിൽഡ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് ഈ ആംസ് പവർ, കൈക്കുള്ളത് മാത്രമാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, കൈയുടേതാണ് നോക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാരുതി കാറിലാണ് തുടക്കം. പിന്നെ 52 വാഹനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതെ, അതിങ്ങനെ ഈ കാറ് കയറ്റി അത് IT വെച്ച് ഈ സാഹസികത ഞാൻ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കരാട്ടെ ടൂർണമെൻറ്റിൽ ഇറങ്ങി തുടങ്ങി. അതായത് നാഷണൽ ടൂർണമെൻറ്റുകളിൽ. അത് ഭുവനേന്ദ്ര മാസ്റ്റർ എന്നെ കൊണ്ടുപോകുന്നത് നാഷണൽ ടൂർണമെൻറ്റിലേക്ക്. ബോംബെയിൽ വെച്ചൊരു ടൂർണമെൻറ്റ് നടന്നിരുന്നു. അപ്പം ഒരു ഓപ്പൺ ടൂർണമെൻറ്റാണ് അവിടെ വെച്ച് നടത്തിയത്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്ത് എല്ലാ ആൾക്കാർ ഈ കരാട്ടെ അഭ്യാസിലൂടെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു തേക്കോണ്ട എന്ന് പറഞ്ഞ സ്റ്റൈലുണ്ട്. തേക്കോണ്ട അവർ ഈ കാല് കൊണ്ട് മാത്രം ഉപയോഗിച്ചിരിക്കുന്നവരാണ്. അതായത് നമ്മുടെ ശരീരഭാഗത്തോട് ചേർന്ന് നിന്നാൽ പോലും ഈ കാല് കൊണ്ട് ഫേസിലടിക്കും. അത്ര സ്പീഡും ടെക്നിക്സ് അടിച്ചിരുന്ന സംഭവം തേക്കോണ്ട. അപ്പോൾ അങ്ങനെ ഭുവനേന്ദ്ര മാസ്റ്റർ അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് അവിടെ വെച്ച് പറഞ്ഞു തന്നു. ഇതിങ്ങനെയാണ് തിരിച്ച് ചെയ്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ബ്ലോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഭ്യാസം അവിടെ വെച്ച് മനസ്സിലാക്കി. അങ്ങനെ നാഷണൽ ഫസ്റ്റ് കിട്ടി 92-ൽ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മാസ്റ്റർ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അങ്ങനെ മരണപ്പെട്ടു. അപ്പോൾ ആ പേര് അങ്ങ് നശിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് ആ പേരൊന്ന് നിലനിർത്തണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നു. ചെയ്യുന്ന സംഭവമൊന്നും ജനങ്ങൾക്ക് മുമ്പ് എത്തേണ്ട ഒരു മീഡിയാസ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെ മാസ്റ്റർ പേര് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഈ കാറിൻ്റെ ഒരു പരിപാടി എൻ്റെ മനസ്സിൽ അങ്ങനെ ഓർമ്മിച്ചു വന്നു. അപ്പോൾ ഈ കാറൊന്ന് കയ്യിൽ കയറ്റിയിടണമെന്ന് ആലോചിച്ചു. അങ്ങനെ ആദ്യം ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇട്ട് 15 കാർ കയ്യിൽ കൂടി കയറ്റി. അപ്പോൾ അത് വിജയിച്ചപ്പോൾ അടുത്ത ഇന്ത്യൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡും ഒന്ന് നേടി കഴിഞ്ഞാൽ നമ്മളെ മാസ്റ്റർ എന്നെ പഠിപ്പിച്ച ഗുരുവിൻ്റെ ഒരു പേര് നിലനിൽക്കും. പഠിച്ച പ്രസ്ഥാനം അത് റെഡ് ഡ്രാഗൺ കരാട്ടയാണ്. ആ കരാട്ടയുടെ പേര് ഇപ്പോഴത്തെ ജനങ്ങൾ അറിയപ്പെടും. അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായാണ് ഞാൻ ഈ കൃത്യമായിട്ടും ചിട്ടയ പരിശീലനത്തിലൂടെ, അതായത് ഒരു ദിവസം തന്നെ ഏകദേശം ഒരു 500-1000 പുഷപ്പ് എടുക്കും. ഒരുമിച്ചല്ല എടുക്കുന്നത്. ഒരു 50 എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വീണ്ടും എടുത്തു. അത് കൈക്ക് പവർ ഉണ്ടാക്കുന്നത്.
അങ്ങനെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നമ്മൾ ഈ പുഷപ്പ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം ബ്രീത്ത് എക്സസൈസും ഇതിനോടൊപ്പം ആവശ്യമായിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണോ? ഉണ്ടാവണം. ഇപ്പോൾ ശരിക്കും അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങയുടെ ഗുരുനാഥൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഇത്രയും വർഷമായിട്ട് തുടരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആർജിച്ച ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സൗജന്യമായിട്ട് ഈ സാഹസിക പ്രകടനം കാർ കയറ്റുന്ന രീതിയൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ പോലും ഈ കുമുത്തി, അതായത് ഫൈറ്റിങ്, ജൂഡോ അങ്ങനെയുള്ള ചെറിയ ടെക്നിക്സ് ഒക്കെ ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കരാട്ടെ ക്ലാസ് ഒക്കെ നടത്തും? കരാട്ടെ ക്ലാസ് നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ് പോകുന്നത്? അത് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഈ മണിവള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഒരു 30 പിള്ളേരുണ്ട്. ആ പിള്ളേർക്ക് വേണ്ടി മാത്രം ഒറ്റ ക്ലാസ് മാത്രമേ നടത്തൂ. ആൺകുട്ടികളും പെൺകുട്ടികളും. ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ കരാട്ടെ പഠിപ്പിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? വളരെ നല്ല കാര്യമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പക്ഷേ നമ്മൾ മുന്നേ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിറ്റി പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതേപോലുള്ള ശരീര സംരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ആയോധനപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഗ്രാമീണ മേഖലകളിലൊക്കെ നമുക്ക് കളരി പോലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കരാട്ടെ പോലുള്ള സാധനങ്ങളൊക്കെ സിറ്റി കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തൊക്കെ ഈ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ ഇതിന് സൗകര്യപ്രദമായ ഗ്രൗണ്ടുകളൊന്നും ഇല്ലായിരുന്നു. തലസ്ഥാന നഗരിൽ ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നമ്മളെ ഈ ഗ്രാമപ്രദേശമൊക്കെ അതനുസരിച്ച് ഈ പഞ്ചായത്തിൻ്റെ കീഴിലൊക്കെ ചെറിയ ഇൻഡോർ സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇപ്പം നിലനിൽക്കുന്നു. അല്ല, ഈ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് കരാട്ടെ ക്ലാസ്സും അതേപോലെ ഈ പറയുന്ന സാഹസിക പ്രവർത്തനങ്ങളിലുള്ള ശാരീരികക്ഷമതയൊക്കെ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് സർക്കാർ മേഖലയിൽ എന്തെങ്കിലും സംരംഭങ്ങളുണ്ട്? സർക്കാർ മേഖലയിൽ നമുക്ക് ഇതിലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്ക് വേണ്ടി ബാങ്കിൽ നിന്നുള്ള വായ്പകൾ അങ്ങനെയുള്ള സംഭവമേ കിട്ടുന്നുള്ളൂ. അതൊക്കെ തിരിച്ചടവാണ്. അല്ലാതെ ചില സംഘടനകൾ ഈ 50%, 70% അങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് ഇട്ട് ഫീസ് ഇളവിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അല്ലാതെ സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഇല്ല. നേരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം തിരുവനന്തപുരം ഇറിഗേഷൻ സൗത്ത് സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ BSNL ഓഫീസിന്റെ തൊട്ടടുത്ത്. അപ്പോൾ സർക്കാർ ജോലി ഡെയിലൂടെയാണ്. അതാ ഈ അവധി ദിവസം ഞായറാഴ്ചത്തെ ഒരു ക്ലാസ് എന്ന് പറയും. അത് ശരി. അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി എങ്ങനെയായിരുന്നു നമ്മളുടെ ഇത് അതിനകത്തോട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ടോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ അതൊരു ഫോഴ്സാണ്. അതെന്ന് വെച്ചാൽ വീട്ടിലെ ചെറിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അച്ഛന് സംഭവം ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വേറെ സഹായിക്കാൻ വേണ്ടി ആളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പരിശീലനം ഇത് മറയൂരിൽ നിന്ന് ഈ ഡയാലിസിസ് ചെയ്ത് ഇവിടെ വന്ന് അച്ഛനെ കൊണ്ടുവച്ച് തിരിച്ച് ജോലിക്ക് വേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്കിതിൽ റാങ്ക് ലിസ്റ്റിലായി. അങ്ങനെ അത് മാറിയതാണ് സാഹചര്യങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ ഈ മേഖലയിലൊക്കെ ഇപ്പോൾ തന്നെ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്? ഇത് ജോലിയോടൊപ്പം തന്നെ ഈ സാഹസിക പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഈ സർവീസ് മേഖലയിൽ ഈ പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരം? സർവീസ് മേഖലയിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൽ, അത് ഇറിഗേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ സൗത്ത് സർക്കിളിലെ തിരുവനന്തപുരത്തുള്ള സൂപ്രണ്ട് സുനിൽ രാജ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. സാറ് ഇപ്പം അമ്പലമുക്കിലെ SC ആണ്. സാറ് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ മാസ്റ്റർ പേര് ഞാൻ ഉയർത്താൻ വേണ്ടി നിൽക്കുന്നെങ്കിൽ നമ്മളെ കൂടെയുള്ള ചെറിയ ചെറിയ സംഘടനകൾ പക്ഷെ എന്നെ ഉയർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതിൽ വലിയൊരു അവഗണനയും മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. അതായത് അവർ കരാട്ടയുടെ പേര് വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേര് SP രഞ്ജിത്ത് കാരക്കോണം വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്ന് വയ്ക്കുന്നില്ല, ആ പേരെ മാറ്റുന്നു, പ്രൊമോഷൻ ചെയ്യുന്നില്ല. അതൊക്കെ മാനസികമായിട്ട് വലിയൊരു അവഗണന എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് പകരം എൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത ഈ സുനിൽ സാറ് ഈ റെക്കോർഡ് ഇട്ട സമയത്ത് തന്നെ പുള്ളി എന്നെ വിളിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ഒരു ട്രീറ്റ് ചെയ്തു. എനിക്ക് അതിൻ്റെ ഒരു അംഗീകാരം അത് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു ഓഫീസിൽ നിന്ന്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ഈ കരാട്ടെ ഫീൽഡിൽ. അവരൊന്നും എന്നെ ഒരു അനുമോദനം പോലും വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അവരെല്ലാം പഠിച്ചത് ഒരേ മാസ്റ്റർ കീഴിലാണ്, സുനേന്ദ്ര മാസ്റ്റർ കീഴിൽ നമ്മളെല്ലാം പഠിച്ചത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആയ സമയത്ത് അവർക്കൊരു വെറുപ്പ് പോലെ എന്തോ തോന്നി. പക്ഷെ എന്തായാലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു അംഗീകാരം നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. ഇപ്പോൾ ശരിക്കും ഒരു അക്കാഡമി എന്നുള്ള രീതിയിലൊരു പ്രവർത്തനം
മനസ്സിലുണ്ടെന്ന് പറയുന്നു. ശരി. ഉണ്ട് സാറേ. അത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ചെറിയ കൊല്ലം, അതായത് വെള്ളറട ഭാഗം കേന്ദ്രീകരിച്ച് മലയോര പ്രദേശം കേന്ദ്രീകരിച്ച് PSC പരീക്ഷയിൽ, അതായത് ഫോഴ്സ് ഇനങ്ങൾ, ഫയർഫോഴ്സ്, സേനാ വിഭാഗങ്ങൾക്ക് ഈ പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും, നമുക്കിത് വരുന്നവർക്കും കഴിവുള്ളവർക്കും സൗജന്യമായി കൊടുക്കുകയും അല്ലാതെ ചെറിയ സാമ്പത്തികം കിട്ടുന്നവരെ അവർ കൂടി പരിശീലനം കൊടുക്കുന്ന ഒരു അക്കാദമി. എഴുത്ത് പരീക്ഷ കഴിഞ്ഞിട്ട് ഫിസിക്കൽ അങ്ങനെയുള്ളവർക്ക് ഒരു പരിശീലനം വലിയൊരു, ഞാൻ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്, 1 ഏക്കർ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. വാടകയ്ക്ക, മാസം വാടകയ്ക്ക. അത് ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്? അത് തുടങ്ങിയില്ല, വെക്കേഷൻ സമയത്ത് തുടങ്ങാനുള്ള ഒരു പരിഗണനയിലാണ്. വിവിധ തസ്തികകളിലുള്ള പോലീസിൽ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, ആർമി, ഓഫീസർ. അതെ അതെ അതെ. ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ഫോഴ്സിലുള്ള എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ജോലിക്കിടയിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താനായിട്ട് സാധിക്കും? രാവിലെയും വൈകുന്നേരവും നോക്കി വെച്ചിരിക്കുന്നത്. മോർണിംഗ് ടൈം. അല്ല, വേറെ സഹായിക്കാൻ വേണ്ടി 2-3 ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ അതിനുള്ള പണിപ്പുരയിലാണ് ഇപ്പോഴും. അതെ അതെ. അതിനൊരു ലോണോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സഹായം? ലോണൊക്കെ ഒരു ബാങ്കിലൊക്കെ സംസാരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അപ്രോച്ച്? സർക്കാരിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഇനി തുടർന്ന് അന്വേഷിക്കുന്നുണ്ട്, എന്താ കിട്ടുവാൻ ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. താങ്കൾ ഒരു കരാട്ടയുടെ ക്ലാസ് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ്, എവിടെയാണ് ആ സ്ഥാപനം? അത് ഈ മണിവള എന്ന് പറഞ്ഞ സ്ഥലമാണ്, ധനുവിച്ചുരം IT അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഏകദേശം ഈ സ്കൂളിൽ പഠിക്കുന്ന 12, 13, 15 അല്ല പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഒരു 30 സ്റ്റുഡൻസേ ഉള്ളൂ. അവർ അത് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുക. എക്സലൻസി അവാർഡ് നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അതെ. അപ്പോൾ അത് ആ അവാർഡ് ഇത് ലഭിച്ചത് ഏത് സാഹസിക പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ പറഞ്ഞ ഈ 52 വാഹനങ്ങൾ കയറ്റിയതുമായി ബന്ധപ്പെട്ടാണോ, അതിൽ മറ്റേതെങ്കിലും ആണോ? അതും പരിശോധിച്ചു. അല്ലാതെ ഞാൻ ഈ 100 ആളുകളെ ഇതേപോലെ നമ്മളിരിക്കും പോലെ ഇങ്ങനെ ചെയറിൽ 100 ആളുകളെ ഇരുത്തും. ഇരുത്തിയതിനു ശേഷം തലയിൽ ആപ്പിൾ വെച്ചിട്ട് നഞ്ചാക്ക് എന്ന് പറഞ്ഞ വെപ്പൻസ് ഉപയോഗിച്ച് 3 മിനിറ്റ് കൊണ്ട് 100 പേരെ തലയിൽ സ്പീഡിൽ അടിച്ചടിച്ച് 3 മിനിറ്റ് കൊണ്ട് 100 പേരെ തലയിൽ. അത് പുല്ലന്തിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്നത്. അത് കാരക്കോണം കഴിഞ്ഞിട്ടൊരു സ്ഥലം. അതൊരു ഓണാഘോഷ പരിപാടിയിലാണ്. ഇതാരാണ് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, ഫ്രണ്ട്സിലുണ്ട്, ആപ്പിളുണ്ട്, ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ. അല്ല, ക്ലബ്ബുകാരുണ്ട്, ഓണാഘോഷ പരിപാടി നടത്തുന്ന ക്ലബ്ബുണ്ട് അവിടെയുള്ള, അവരൊക്കെ ഇത് സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു റെക്കോർഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്ക്രീനിങ് നടത്തി എല്ലാം നോക്കി, അങ്ങനെയാണ് എക്സലൻസി അവാർഡ് 2020 ബേസിലാണ്. അതെ അതെ. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും പുതിയ സാഹസിക പ്രവർത്തനം എങ്ങനെയാണ്? പുതിയ സാഹസികത ഉടൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ആദ്യം ഒരു കയ്യിൽ കൂടിയാണ് കാർ കയറ്റിക്കൊണ്ടിരുന്നത്. ഇനി കിടന്ന് 2 സൈഡ് ഒരുമിച്ച്, അപ്പോൾ 52 കാർ ഒരു സൈഡ് കൂടി കയറ്റി, ഇനി 2 ഒരുമിച്ച്, അപ്പോൾ 104 കാറായിരിക്കും. ഈ സാഹസികതയൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാർ കയറ്റുന്ന പരിപാടി ഇനി നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. അവർക്കെതിരെ നമുക്ക് സാഹസികതയാണെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അവസരങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് ഇതുപോലെ ഈ മേജർ രവി ഇങ്ങനെയുള്ളത്തെ കുറച്ച് അക്കാഡമികളുണ്ടല്ലോ, അവിടെയൊക്കെ ചെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ട്രെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. സർക്കാർ സർവീസ് കഴിഞ്ഞാലും അതെ. പിന്നെ എല്ലാത്തിനും ഒരു സാഹചര്യം, എൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ വീട്ടിൽ വേറെ ആരുമില്ല, മോളും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട് മാറി പോകേണ്ട ഒരു സാഹചര്യവും ഇല്ല. അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കരാട്ടെ എന്ന് പറയുന്ന സാധനം ആ ക്ലാസ് തുടങ്ങുന്ന കുറേ വർഷം മുമ്പാണ്. ആ സമയത്തുള്ളൊരു സ്വീകാര്യതയും ഇപ്പോഴുള്ളൊരു സ്വീകാര്യതയും എങ്ങനെ കാണുന്നു? അന്നത്തെ കാലത്ത് നമ്മൾ ഈ കരാട്ടെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബെൽറ്റ് ഉണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് ബെൽറ്റ്, 12 മാസം കഴിഞ്ഞിട്ട് ബെൽറ്റ്, യെല്ലോ ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, അങ്ങനെ ബെൽറ്റ് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് നമുക്കൊരു 3 മാസം കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ ബെൽറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവരതിന് അത്രയും യോഗ്യത ഉണ്ടായിട്ടായിരിക്കുമോ കൊടുക്കുന്നത്? യോഗ്യത അത് സാമ്പത്തികം തന്നെ, പൈസ കൊടുത്ത് അങ്ങനെ ഒരു ഇതായിപ്പോയി. എല്ലാവരും അല്ല, എല്ലാ കരാട്ടയല്ല, ചില ഇത് അങ്ങനെ. ബെൽറ്റൊക്കെ നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഒരു ബെൽറ്റ് എടുക്കണമെങ്കിൽ 1 വർഷമാവും. ഇപ്പോൾ കരാട്ടെ ക്ലാസ്സുകളൊക്കെ വളരെയധികം എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഇല്ല, വളരെയധികം ചുരുക്കം ചിലർ മാത്രമേ കരാട്ടെ ക്ലാസ് എടുത്തു പോകുന്നത്. എന്നാൽ അതേസമയം ജിമ്മുകളൊക്കെ ഒത്തിരി അധികം പോകുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? ജിമ്മുകളെന്ന് വെച്ചാൽ പെട്ടെന്ന് മസിൽ വളരുക എന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് ഇപ്പം പിള്ളേരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. മറ്റേതാണ് ഗ്രൗണ്ട് എക്സർസൈസാണ് കരാട്ടെ എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ട് എക്സർസൈസ് ശരിക്കും ബോഡിക്ക് ഏതായിരിക്കും ബെറ്ററായിട്ട്
മാറ്റമുണ്ട്. ബോഡിക്ക് ബെറ്റർ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം ഉള്ളത് കരാട്ടെ മാർഷൽ ആർട്സ് ആണ്. കരാട്ടെ അല്ല ഫിഗറായിട്ട് നടക്കണമെങ്കിൽ ജിമ്മിൽ പോകണം. ശരിക്കും ഈ ഫിഗറായിട്ട് നടക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് മസിൽ പെരുപ്പിക്കാൻ പോകുമ്പോഴേക്കും അത് കൃത്യമായി പോവുകയും എന്നാൽ ചില സമയങ്ങളിൽ കൃത്യത ഇല്ലാതെയും വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷം വരും. അങ്ങനെ ഷേപ്പ് അങ്ങ് മാറിപ്പോകും. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രെയിമാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം പോയി അവിടെ എക്സർസൈസ് ഒരു ഫ്രെയിം ഉണ്ടാക്കും. ഫ്രെയിം ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് അത് നിലനിർത്തി പോയില്ലെങ്കിൽ ആ ഫ്രെയിമിൽ നിന്ന് ഔട്ടാവും നമുക്ക്. പിന്നെ മസിലൊക്കെ വളരെ വേറെ വികൃതമായ രീതിയിലൊക്കെ മാറിപ്പോകും ക്രമേണ. പക്ഷെ അത് കൃത്യമായിട്ടുള്ളൊരു കൃത്യമായുള്ള വ്യായാമത്തോടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ. ശരിക്കും ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തമായിട്ടുള്ള ശാരീരിക ക്ഷമതയും അത് അഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. അപ്പോൾ തന്നെ അങ്ങനെ ഒരു ശാരീരിക ക്ഷമതയുള്ള ഒരാൾ പിന്നെ കവലയിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ സൗഹൃദങ്ങൾക്കിടയിൽ തന്നെ നമുക്കൊരു ഒരു സംരക്ഷണ കവചം നമ്മൾ തന്നെ ഒരുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, തോന്നിയിട്ടുണ്ട്. പ്രതികരണം കൂട്ടുകാരൊക്കെ എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്നെ സഹായിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. പിന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിൽ ഒരു അനീഷ് ലാൽ DYSP ആണ്. സാർ എന്നെ നല്ല രീതിയിൽ വളരെയധികം സഹായിക്കുന്നു. പിന്നെ നമ്മളിവിടെയുള്ള അരിസ്റ്റോ സുരേഷ്, ഉണ്ണി മൂന്ത്, ഞാൻ അങ്ങനെ കുറച്ച് ഫിലിം വീട്ടിലുള്ള കുറച്ചൊരു അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഉണ്ണി മൂന്നിനൊക്കെ ഞാൻ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് ടെക്നിക്സ് മാത്രം. ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ശാരീരിക ക്ഷമതയോടുകൂടി നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഒന്ന് ആക്രമിക്കാനോ ഒക്കെ ഒരു മടിക്കുന്ന രീതിയിലുള്ള നമ്മളിലൊരു അവർക്കൊരു പേടി സ്വപ്നം ഉണ്ടാവില്ലേ മറ്റുള്ളവർക്ക്? പക്ഷേ ഞാനാണെങ്കിലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സത്യം ചോദിച്ച കറക്റ്റ് ക്വസ്റ്റ്യനാണ് ഇത് സംഭവം. ഞാൻ ഇതൊക്കെയാണ് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ തിരിച്ച് സംസാരിക്കാൻ പോലും പോകാറില്ല. സംസാരിച്ച് എന്തിന് പ്രശ്നം ഉണ്ടാകും, എന്നെക്കാട്ടി നമ്മളെ ഒതുങ്ങി പോയാൽ കൂടി ആ രീതിയിലുള്ള രീതിയാണ് ഞാൻ. പക്ഷേ എല്ലാവരും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് തന്നെ അറിയാം എൻ്റെ മസിലും കയ്യിലെ പവറൊക്കെ ഇത്രയാണ്, ഒന്ന് സംസാരിച്ച് നോക്കട്ടെ വരട്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ രീതിയിലില്ല. ഇപ്പോൾ ഒരു സിനിമയിൽ അവസരം ഉണ്ട്, ആ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുക. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. കാര്യം റോഷിൻ ആൻ്റണിയെ മറ്റേ ദൃശ്യ സിനിമയിൽ പുള്ളി നായകനായ ഒരു സിനിമ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു, എൻ്റെ റോൾ കഴിഞ്ഞായിരുന്നു. അതിനെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് വിളിച്ചില്ലേ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു, പുനലൂർ വെച്ചായിരുന്നു ഷൂട്ടിങ്. അത് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് വേറെ ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ? വേറെ 2 എണ്ണം വന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ ചെറിയ റോൾ, അങ്ങനെ ഒരു തമിഴ് സിനിമയിൽ വന്നിട്ടുണ്ട്. അല്ല, അതുപോലെ തന്നെ ഈ മറ്റേ ചോദ്യത്തിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയ്ക്ക് കൂടെ ഒരു സുഹൃത്ത് നല്ല ആരോഗ്യവാനാണെങ്കിൽ ഈ ആ സുഹൃത്തിൻ്റെ ആരോഗ്യത്തെ മുൻനിർത്തി ചില ആൾക്കാർ മറ്റുള്ളവരോട് പിന്നെ ഇടപെടാൻ പോകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ, നമുക്ക് അക്കാഡമിയാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അത് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്കാഡമി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഏകദേശം നിലവാരം ഒട്ടും ഇത് സ്പോർട്സിൽ, അതായത് തീരെ അവശരായിട്ടുള്ള പിള്ളേരെ, അതായത് ആരോഗ്യപരമായിട്ട് ഭക്ഷണമൊന്നുമില്ലാത്ത കുറച്ച് പേര് നമ്മളെ ഈ ഗ്രാമപ്രദേശത്തുണ്ട്. സിറ്റിയിലല്ല, നമ്മളെ പ്രദേശത്ത് അങ്ങനെയുള്ളവരുണ്ട്. അവരെയൊക്കെ ഒന്ന് സർവേ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക താല്പര്യം കണ്ടുപിടിച്ച് അവരെയൊക്കെ ഒന്ന് സ്റ്റേറ്റ് ടൂർണമെൻറ്റ്, നാഷണൽ ടൂർണമെൻറ്റ് എടുത്ത് വിജയിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? പഠിപ്പിക്കുന്ന സ്കൂളിലെ ഫിസിക്കൽ സാർമാരൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ പറഞ്ഞിരിക്കും ഇങ്ങനെയാണ് സംഭവം. ശരിക്കും ഗവൺമെന്റ് തന്നെ അങ്ങനെയുള്ള കുട്ടികളെ നിർത്തി പഠിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത്രയും പരിശീലനം അങ്ങനെ കിട്ടൂലല്ലോ. പരിശീലനം സ്പോർട്സ് സ്കൂളിൽ പോയാലും ചിലപ്പോൾ അതിനുള്ള കഴിവുള്ളവരായിരിക്കില്ല സ്പോർട്സ് സ്കൂളിൽ പോകുന്നത്. സ്പോർട്സ് സ്കൂളിലൊക്കെ അവരെടുക്കണമെങ്കിൽ സ്റ്റേറ്റിൽ നാഷണലിലൊക്കെ പ്രൈസ് വരണം. അവർ ഈ ഗ്രാമപ്രദേശത്തുള്ള പിള്ളേർക്ക് ഈ സ്റ്റേറ്റിൽ നാഷണലിൽ വരണമെങ്കിൽ അത്രയും പരിശീലനം അവർക്ക് വേണം. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ശരിക്കും നമ്മൾ ഈ മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിന് ഒരു ചിട്ടവട്ടങ്ങളും ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെയാണല്ലോ നമ്മൾ അത് പഠിക്കുന്നത്. പക്ഷേ ഈ സാഹസികത എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു മെൻ്റൽ സ്ട്രെങ്ത്, മാനസിക ശക്തി ഉള്ളതുപോലെ ശാരീരിക ശക്തിക്ക് അപ്പുറത്തേക്ക് അത് താങ്ങാനുള്ളത് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ശരീരക്ഷമത ഒരു അത്ഭുതം, നമുക്കൊരു അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ, സാഹസിക പ്രകടനം നടത്തുമ്പോൾ മറ്റുള്ളവർക്കൊരു അത്ഭുതം ഉണ്ടാവുകയും അങ്ങനെയാണ് വീരാരാധന തുടങ്ങുകയും ചെയ്യുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഈ ഒരു സാഹസികത നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വരായികകൾ എങ്ങനെയാണെന്ന് പലർക്കും അറിയാൻ പറ്റുന്നില്ല.
അങ്ങനെ അനുകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും? അനുകരിച്ചത് ഞാൻ ഈ ചെറുവാരക്കുളം എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു അധ്യാപകൻ, അതെൻ്റെ ഒരു സുഹൃത്താണ്, ഇതേപോലെ ഈ നഞ്ചാക്ക് വെച്ച് സംഭവന അടിച്ചു തലയിൽ വെച്ച്. ഓക്കെ. അടി കറക്റ്റ് തലയിലാണ് കൊണ്ട്. പുള്ളി അങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ ആയി. 2 ദിവസം കൊണ്ട് ഓർമ്മയില്ലാതൊക്കെ ICUയിലൊക്കെ കിടന്നു. രക്ഷപ്പെട്ടു. ഇപ്പം ഷിബു ശരിക്കും എൻ്റെ നമ്മൾ ഈ ചെയ്യുന്നതിനോടൊപ്പം ഒരു മനഃശക്തി ഉണ്ടാവണം, കൃത്യതയും അതെ അനിവാര്യമാണ്. അതായത് ഞാൻ ഇപ്പം കാറ് എൻ്റെ കയ്യിൽ ഓടിച്ച് കയറ്റുകയാണ്. ഓക്കെ. കയറ്റുന്ന സമയത്ത് എൻ്റെ ഈ കൈ കാറിനനുസരിച്ച് വിട്ടുകൊടുക്കാൻ പാടില്ല, ടയറിനനുസരിച്ച് തിരിച്ച് പിടിച്ചോണം. അപ്പോൾ ഈ 52 പ്രാവശ്യവും ഈ കയ്യിൽ അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലേ അത് വിജയിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതെ അതെ. ഈ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ വേദനയോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ട്. വേദനയുണ്ട്, നല്ല വേദന ആയിരിക്കും. ഒരു സമയം പിറ്റേ ദിവസം കൈയൊന്നും എനക്ക് വിരളം നിന്നു. ഇപ്പം നമ്മളിതിന് പ്രത്യേകിച്ച് പിന്നെ ബോഡി ശരീരം സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും അതേപോലെ ഈ അഭ്യാസ പ്രകടനം നടത്തുന്നതുകൊണ്ട് പ്രത്യേക ഭക്ഷണക്രമം സ്വീകരിക്കുന്നുണ്ട്. മാർഷൽ ആർട്സിന് ഈ ജിമ്മിലൊക്കെ ഇത് മത്സരത്തിനൊക്കെ പോകണമെങ്കിൽ ഭക്ഷണക്രമം ഉണ്ട് അതിന്. ഈ കരാട്ടയിൽ അങ്ങനെ സംഭവമില്ല. ഞാൻ ഈ സാധാരണ കഴിക്കുമ്പോഴത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്. രാവിലെ ദോശയും ഉച്ചയ്ക്ക് ചോറും അങ്ങനെയുള്ള രീതിയിലാണ് കഴിക്കുന്നത്. ഇപ്പോൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് അതിൻ്റെ ഇതുണ്ട് സംഭവം. ശരിക്കും എക്സസൈസ് ചെയ്ത് ചിക്കൻ ബോയിൽ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സംഭവം ഇങ്ങനെയൊക്കെ ഉള്ള എക്സസൈസ് ചെയ്ത് ശരീരവിഷമത വയ്ക്കുന്നവരാണല്ലോ ഈ ശരീര സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു ഫീൽഡ് കൊച്ചിലെ ഞാൻ മാർഷൽ ആർട്സിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. എനിക്കതാ താല്പര്യം. മറ്റ് ഏത് മേഖലയിലാണ് താല്പര്യം ഉള്ളത്? സ്പോർട്സ് അല്ലെ? ഈ പിന്നെ ഹൈ ജമ്പിന് 2010 ഇന്റർ യൂണിവേഴ്സിറ്റി റെക്കോർഡായിരുന്നു എൻ്റെ പേരിൽ. ധനുഷിലെ VTMS കോളേജിലാണ് പഠിച്ചത്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി റെക്കോർഡായിരുന്നു 2:10. 2:10 എന്ന് പറഞ്ഞാൽ വലിയ ചാട്ടം. അത് 2:1 അത് ഏത് വർഷമായിരുന്നു? 94 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ. അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സർവീസ് മേഖലകളിൽ ജീവനക്കാരുടെ കലാകായിക കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അവിടെയും കലാമേളകളും കായിക മേളകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ്? ഞാൻ അതിൽ സിവിൽ സർവീസ് മീറ്റ് ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതിൽ 2014 ഹാമർ ത്രോ, അതിൽ നാഷണൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ശരി. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറയേണ്ടിയിരുന്നത് അല്ലേ? അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും കായികം ആണ് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ 24 മണിക്കൂർ നമ്മുടെ ജീവവായു. ഈ ഒരാളെ ഈ ഒരൊറ്റ കൈ കൊണ്ട് എടുത്ത് ഉയർത്താൻ പറ്റും. അത് ഒറ്റ കൈ കൊണ്ട് അങ്ങനെ ഉയർത്തേണ്ടത് ഉയർത്തിയല്ലേ പറ്റൂ. ഉയർത്താൻ പറ്റും. ഒറ്റ കൈ ഉണ്ടല്ലോ, രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വരും. 2 കൈ ഉപയോഗിച്ച് ഉയർത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ആണ് പറഞ്ഞത്. മനസ്സ് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ശരീരവും സൂക്ഷിക്കണം, അതിന് കൃത്യത വേണം. അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അത് സാഹസികമായിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്താൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും എന്നതിൻ്റെ ഒരു മകളുടെ ഉദാഹരണമാണ് ശ്രീ രഞ്ജിത്ത് SP കാരക്കോണം. എന്തായാലും തൻ്റെ ഈ കായിക മേഖലയിലുള്ള മാർഷൽ ആർട്സിൻ്റെ മേഖലയിലുള്ള ഒരു അഭിവാഞ്ച തുടരട്ടെ. അത് അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിലൂടെ വരുന്ന തലമുറകൾക്ക് പ്രചോദനമാകട്ടെ. അങ്ങനെ കൂടുതൽ കായിക പ്രേമികൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി. നമസ്കാരം.